നമസ്കാരം. നമ്മുടെ സൗരയൂഥത്തിൻ്റെ അതിർത്തികളിൽ സൂര്യനിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്ലൂട്ടോയ്ക്കും അപ്പുറമുള്ള നിഗൂഢ മേഖലയാണ് കൈപ്പർ ബെൽറ്റ്. കടുത്ത തണുപ്പും ഇരുട്ടും നിറഞ്ഞ ഈ പ്രദേശത്ത് വലിയ ചലനങ്ങളോ മാറ്റങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ശാസ്ത്രലോകം ഇത്രയും കാലം കരുതിയിരുന്നത്. എന്നാൽ പ്ലൂട്ടോയ്ക്ക് സമീപമുള്ള 2002 XV93 എന്ന ഒരു ചെറിയ ഉപഗ്രഹം അല്ലെങ്കിൽ ഒരു ലഘുഗ്രഹം തങ്ങൾ പ്രവചിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് സജീവമാണെന്ന കണ്ടെത്തൽ ഇപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞരെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തുകയും കുഴപ്പിക്കുകയും ചെയ്യുകയാണ്. BBC സയൻസ് ഫോക്കസ് മാഗസിൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നെപ്റ്റ്യൂണിന് അപ്പുറമുള്ള ഈ കൊച്ചു ലോകത്ത് ഒരു അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നത്. പ്ലൂട്ടോയ്ക്ക് ശേഷം ഈ മേഖലയിൽ അന്തരീക്ഷം കണ്ടെത്തപ്പെടുന്ന രണ്ടാമത്തെ മാത്രം ബഹിരാകാശ വസ്തുവാണിത്. ഈ കണ്ടെത്തൽ നേച്ചർ ആസ്ട്രോണമി എന്ന പ്രശസ്ത ശാസ്ത്ര ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സൂര്യനെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 247 വർഷങ്ങളെടുക്കുന്ന ഈ ചെറു ലോകം വലുപ്പത്തിൽ പ്ലൂട്ടോയേക്കാൾ വളരെ ചെറുതാണ്. പ്ലൂട്ടോയ്ക്ക് ഏതാണ്ട് 2377 കിലോമീറ്റർ വ്യാസമുള്ളപ്പോൾ ഈ ലഘുഗ്രഹത്തിൻ്റെ വലിപ്പം അതിൻ്റെ 1/5 മാത്രമാണ്. ഇത്രയും ചെറിയ ഒരു ബഹിരാകാശ വസ്തുവിന് സ്വന്തമായി അന്തരീക്ഷം നിലനിർത്തുവാൻ ആവശ്യമായ ഗുരുത്വാകർഷണ ബലം ഉണ്ടാകില്ല എന്നതാണ് ശാസ്ത്രലോകത്തെ ഏറ്റവും വലിയ ആശയക്കുഴപ്പം. ഗുരുത്വാകർഷണം വളരെ കുറവായതിനാൽ അവിടെയുള്ള വാതകങ്ങൾ എളുപ്പത്തിൽ ബഹിരാകാശത്തേക്ക് ചോർന്നു പോകേണ്ടതാണ്. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ അന്തരീക്ഷം വെറും 100 മുതൽ 1000 വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ഇല്ലാതാകേണ്ടതാണ്. എന്നിട്ടും അവിടെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ അന്തരീക്ഷത്തെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വാതകങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു പ്രതിഭാസം ആ ഗ്രഹത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇതാണ് ഈ കൊച്ചു ലോകം വിചാരിച്ചതിലും സജീവമാണെന്ന് പറയാൻ കാരണം. ഈ പ്രതിഭാസത്തിന് പിന്നിൽ പ്രധാനമായും 2 സാധ്യതകളാണ് ശാസ്ത്രജ്ഞർ കൽപ്പിക്കുന്നത്. ജപ്പാനിലെ നാഷണൽ ഒബ്സർവേറ്ററിയിലെ ശാസ്ത്രജ്ഞനായ കോം അരിമാറ്റ്സുവിൻ്റെ നേതൃത്വത്തിലുള്ള പഠന സംഘം പറയുന്നത് ഈ ഗ്രഹത്തിൻ്റെ മഞ്ഞുപാളികൾ നിറഞ്ഞ ഉപരിതലത്തിനടിയിൽ നിന്ന് വാതകങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടാകാം എന്നാണ്. അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ലാവ പുറത്തു വരുന്നത് പോലെ അതിശൈത്യമുള്ള ഇത്തരം ഗ്രഹങ്ങളിൽ നിന്ന് മഞ്ഞും വാതകങ്ങളും പുറന്തള്ളുന്ന ക്രയോ വോൾക്കാനിസം അല്ലെങ്കിൽ ശീത അഗ്നിപർവ്വത പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ടാകാം. സാധാരണയായി ഇത്തരം സജീവ പ്രക്രിയകൾ വലിയ ഗ്രഹങ്ങളിലാണ് കണ്ടുവരാറുള്ളത്. അതിനാൽ ഇത്രയും ചെറിയ ഒരു ലോകത്ത് ഇത് സംഭവിക്കുന്നത് അവിശ്വസനീയമാണ്. രണ്ടാമത്തെ സാധ്യത സമീപകാലത്ത് ഈ ഗ്രഹത്തിൽ സംഭവിച്ചിരിക്കാൻ ഇടയുള്ള ഏതെങ്കിലും വലിയ ഉൽക്കാപതനമാണ്. മഞ്ഞു നിറഞ്ഞ മറ്റൊരു വിണ്ണിലെ വസ്തു വന്ന് ഇടിച്ചതിൻ്റെ ഫലമായി വലിയ തോതിൽ വാതകങ്ങൾ പുറത്തു വരികയോ അല്ലെങ്കിൽ ഉപരിതലത്തിനടിയിലെ വാതക സമ്പുഷ്ടമായ ഭാഗം തുറക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം. ഉൽക്കാപതനങ്ങൾ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നായതിനാൽ ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്ന കൃത്യസമയത്ത് തന്നെ ഇത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ഈ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ഗ്രഹത്തെ നേരിട്ട് കണ്ടു പഠിക്കുക എന്നത് നിലവിലെ ദൂരദർശിനികൾക്ക് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അക്യൂട്ടേഷൻ അഥവാ ഗ്രഹണം എന്ന സവിശേഷമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ കണ്ടെത്തൽ നടത്തിയത്. ഈ കൊച്ചുഗ്രഹം പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വിദൂര നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തെ അത് താൽക്കാലികമായി മറയ്ക്കുന്നു. ഗ്രഹത്തിന് അന്തരീക്ഷമില്ലെങ്കിൽ നക്ഷത്രപ്രകാശം പെട്ടെന്ന് മറയുകയും പെട്ടെന്ന് തന്നെ തിരികെ വരികയും ചെയ്യും. എന്നാൽ ജപ്പാനിലെ കീസോ ഒബ്സർവേറ്ററിൽ നടത്തിയ നിരീക്ഷണത്തിൽ നക്ഷത്രത്തിൻ്റെ വെളിച്ചം വളരെ സാവധാനത്തിലാണ് കുറഞ്ഞതും കൂടിയതും എന്ന് കണ്ടെത്തി. വെളിച്ചത്തിലുണ്ടായ ഈ ക്രമാനുഗതമായ വ്യത്യാസം ആ ലഘുഗ്രഹത്തിന് ചുറ്റുമുള്ള നേർത്ത അന്തരീക്ഷത്തിലൂടെ പ്രകാശം കടന്നു പോയത് കൊണ്ടാണെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചു. ഈ നിഗൂഢതയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താനായി ശാസ്ത്രജ്ഞർ ഇപ്പോൾ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സഹായം തേടിയിരിക്കുകയാണ്. ജെയിംസ് വെബിന് അവിടെയുള്ള അന്തരീക്ഷം ഏത് വാതകം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും. അന്തരീക്ഷം ക്രമേണ കുറഞ്ഞു വരികയാണെങ്കിൽ അത് ഉൽക്കാപതനം മൂലം ഉണ്ടായ താൽക്കാലിക പ്രതിഭാസമാണെന്ന് ഉറപ്പിക്കാം. നേരെ മറിച്ച് അന്തരീക്ഷം ഒരുപോലെ നിലനിൽക്കുകയോ മാറിക്കൊണ്ടിരിക്കുകയോ ആണെങ്കിൽ അത് ഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സജീവമായ വാതക പുറന്തള്ളൽ കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൻ്റെ ഇരുണ്ട കോണുകളിൽ നമ്മൾ വിചാരിച്ചതിലും എത്രയോ സങ്കീർണവും സജീവവുമായ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഈ കൊച്ചു പ്ലൂട്ടോ സദൃശ്യ ലോകത്തിന് നൽകുന്ന സൂചന. വെബ് ഡെസ്ക് തത്വമി TV.